വേഗം കഴുകിയെടുക്കട്ടെ. ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ, മഴക്കാറുണ്ട് കേട്ടോ. ഇത് കണ്ട, ഇതുപോലത്തെ പീസ് ആവണം. അത് ഞാൻ നോക്കുമ്പോഴത്തേക്കും വെയിലാണ്. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ചൊരു സ്റ്റെം ഉണ്ടായി. പിന്നെ എല്ലാം ഇങ്ങനെ വാടി ഇങ്ങനെ മറിഞ്ഞ ഒരു കുഞ്ഞ് തുമ്മല്. അയ്യോ കങ്ങണ്ട ഇത് ഫ്രൈ ആക്കിയില്ല കേട്ടാ, വേവിച്ചെടുത്തേക്കുന്നു. ഇത് ഭയങ്കര ഹാർഡായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചിന്നൊരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ കുറച്ച് ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചെടിയൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. ഇപ്പൊ ഗുഡ് മോർണിംഗ് ഒന്നും സമയം 11 മണി കഴിഞ്ഞു. എനിക്കിതെല്ലാം ക്വിക്കായിട്ട് ചെയ്യണം കേട്ടോ. അടിച്ചു വാരി തുടച്ച് തുണിയെല്ലാം വിരിച്ചിട്ട് പിന്നെ കുറെ നേരം മടി പിടിച്ചിരുന്നു. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അയ്യോ, നല്ല മഴക്കാറ് വരുന്നുണ്ട്. മഴ പെയ്യോ? ബീഫ് ഇപ്പഴേ വെച്ചുള്ളൂ, അപ്പൊ തന്നെ ഉറുമ്പ് കയറാൻ തുടങ്ങി. അപ്പൊ നമുക്ക് നോക്കാം. ഇത് അതില് കുറച്ച് നെയ് പീസും എല്ലൊക്കെ വരുമ്പോഴാണ് അടിപൊളിയായിട്ടുള്ളൂ. ഞാൻ നോക്കട്ടെ ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ. സെക്കൻഡ്. ഓക്കെ, ചട്ടിയൊന്നും കാണാനില്ല. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അപ്പഴത്തേക്കും ഞാൻ ചോറും കൂടെ വെക്കട്ടെ കേട്ടാ. ശരിക്കും പറഞ്ഞാൽ രാവിലെ എന്ന് വെച്ചാ 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ചോറ് വെക്കേണ്ടതാണ്. കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ഞാന് നമ്മുടെ അരിയൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. ഞങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സുരേഖ റൈസാണ് കേട്ടോ. ഞാൻ വേഗം രാവിലെ തന്നെ അടിച്ചങ്ങോട്ട് തുടയ്ക്കാന്ന് വിചാരിച്ചു. കാരണം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും അടിച്ചു തുടക്കലാ ഭയങ്കര വെയിലാ. അപ്പൊ മഴക്കാലം കൊണ്ട് കാര്യമില്ലല്ലോ, ചൂടല്ലേ. ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് കുറെ തുണി ഞാൻ അലക്കി ഇട്ടിട്ടുണ്ട്. ഇന്ന് കുറച്ച് മിഷ്യത്തിൽ ഇടാനുണ്ട്. അനിയത്തിയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അവളിപ്പോ കണ്ടംകൊളുപ്പിലാണ്. അപ്പം അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കുഞ്ഞാവ് വന്ന വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അപ്പം അവിടെ നിന്ന് എനിക്ക് കുഞ്ഞാവിടെ കുറച്ച് ഡ്രസ്സും കയ്യിലിടുന്ന മിറ്റൻസ്, സോക്സ്, അവളുടെ 2 ഉടുപ്പൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ട്. അവിടെ അവര് നമുക്ക് ഒരു ഉണ്ട്, അവര് കഴുകിയൊക്കെ തരും. പക്ഷെ അമ്മ പറഞ്ഞ് കയ്യിലിടുന്നൊക്കെ അല്ലേ, നമ്മൾ കുറച്ചും കൂടെ സൂക്ഷിച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അലക്കി തരാമെന്ന്. അതെല്ലാം ഞാൻ തോരിയിട്ടിട്ടുണ്ട്. അതാണ് ഞാൻ മഴ വരുമോ എന്ന് ടെൻഷൻ. എനിക്ക് നാളെ പോകുമ്പോഴത്തേക്ക് അത് കൊണ്ടേ കൊടുക്കാൻ വേണം. അപ്പൊ ഇനി നമുക്ക് ബീഫ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബീഫ് കൊള്ളാം. ബീഫ് നല്ല നെയ്യൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇതുപോലത്തെ പീസ് അടുത്ത് കൊണ്ടൊന്ന് കാണിച്ചു തരാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ക്യാമറ സൂം ആവുന്നുണ്ട്. ഒരു സെക്കൻഡ് കേട്ടാ. ഞാൻ ഒറ്റക്ക് എടുക്കണോണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് വശമൊന്നുമില്ല. ഇതുപോലെ ഈ അലുവ പീസ് പോലെ നോക്കട്ടെ കേട്ടാ. ഇത് കണ്ട, ഇതുപോലത്തെ പീസ് ആവണം. അതുപോലത്തെയാണ് ഇപ്പൊ എല്ലാം നമ്മുടെ കയ്യിൽ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. അയ്യോ കണ്ടാ, ഒന്നുകൂടെ കണ്ടാ. അപ്പൊ ഇതാണ് നമ്മളിന്ന് ഉപയോഗിക്കാനായിട്ട് പോണത്. വേഗം കഴുകിയെടുക്കട്ടെ. ഇതൊക്കെ നമ്മുടെ അരി തിളക്കണം കേട്ടോ. ഞങ്ങൾ 2 സ്ഥലത്തു നിന്നാണ് ബീഫ് മേടിക്കാറ്. ഒന്ന് നമ്മുടെ ലുലുന്ന് മേടിക്കും, പിന്നെ നമ്മൾ വെട്ടണ സ്ഥലത്ത് കറുകപ്പള്ളി അവിടെ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പൊ
അപ്പം രണ്ട് സ്ഥലത്തുനിന്ന് ഓക്കെയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് വെട്ടുന്ന സ്ഥലത്തുനിന്ന് മേടിക്കുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതൽ എനിക്കിഷ്ടം. അപ്പൊ നമ്മുടെ ബീഫ് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ അത് നമ്മള് ചോറ് വെള്ളം തിളച്ച് നമുക്കിനി അരി ഇടാം. ഓക്കെ, അരി ഇട്ട് ഇനി ഞാൻ വേഗം ഉള്ളി പൊളിക്കട്ടെ. അതിന് ഇതിനൊരു സൂത്രം ചെയ്യണം. ഞാൻ എപ്പോഴും പറയണ പോലെ മൂർച്ച കൂട്ടണം. അപ്പം ഇത് മൂർച്ച കൂട്ടി നമുക്കിത് വെള്ളത്തിൽ വെക്കണ്ടത് നന്നായിട്ട് കഴുകാം. കാരണം കുറെ പൊടിയൊക്കെ ഉണ്ടാവേ. ഇതാണ് കത്തി. നമുക്കിനി വേഗം ഉള്ളിയൊക്കെ തൊണ്ടുപൊളിക്കാം. കുറെ ഒന്നും എടുക്കൂല, ഞാൻ കുറച്ചാണ് എടുക്കുള്ളൂ ചെറിയ ഉള്ളിയൊക്കെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ ഇങ്ങനെ കുഴഞ്ഞ് ഗ്രേവി ഇങ്ങനെ കുഴകുഴാന്നിരിക്കണത് ഇഷ്ടമല്ല. ഇങ്ങനെ ബീഫൊക്കെ ഗ്രേവിയിൽ പൊതിഞ്ഞൊന്നും ഇരിക്കണത് ഇഷ്ടമല്ല, മസാല അധികം ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കണേ. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. മസാലയൊന്നും അത്ര അങ്ങനെ ഇഷ്ടമല്ല. കുക്കർ തിളച്ച് നമുക്കിനി അടക്കാം. അയ്യോ, ഇതേ കുക്കറുടെ വാഷർ ഉരുപ്പോയി, ഉറുമ്പ്. ഒരു സെക്കൻഡ് കേട്ടോ. ഇവരെന്താ നല്ല വലിയ ഉള്ളിയാണ് കേട്ടോ മേടിച്ചോണ്ട് വന്നേക്കണ. അതുകൊണ്ട് നമുക്ക് വേഗം പണി കഴിയും. ഭയങ്കര ബിഗ്ഗാ. എനിക്കാണെങ്കിൽ ഉള്ളി പൊളിക്കണത് ദേഷ്യമാണ്. സവാള പിന്നെ എനിക്കിഷ്ടമാണ്, ഉള്ളി എനിക്ക് ഇഷ്ടമല്ല. കണ്ണെന്നൊക്കെ ഇതായിട്ടേ പറ്റില്ല. ഞാൻ ഇത്രയും മതിയാക്കാൻ പോണേ ഉള്ളി. അപ്പൊ നമ്മള് ഇതാ ഉള്ളിയെല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഞാൻ എല്ലാം സെറ്റാക്കി എന്നിട്ട് കാണാട്ടാ. അപ്പൊ അതേ ഞാൻ എല്ലാം അരിഞ്ഞ്, ഞാൻ വെളുത്തുള്ളിയൊക്കെ അങ്ങനെ തന്നെ അരിഞ്ഞില്ല കേട്ടാ. ഉള്ളി അതെ, ഉള്ളി ഞാനിങ്ങനെ ഒന്ന് വലിയ ഉള്ളി ആയതുകൊണ്ട് ഒന്ന് നടുക്കനൊന്ന് കട്ട് ചെയ്ത് അത്ര തന്നെ. ഇനി ഇവിടെയൊക്കെ ക്ലിയർ ചെയ്യും. ഇതെന്താന്ന് നോക്കട്ടെ. കടലക്കറി, ചക്കക്കുരു, ഉപ്പുമാവ് മാറ്റാം. പുട്ട്, മഴക്കാറ് വരുന്നുണ്ട്, മഴ പെയ്യുമോ? ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ കേട്ടാ. ഇപ്പൊ മഴക്കാറുണ്ട് കേട്ടാ. ഇതേണ്ട. ഇനി നമുക്കെല്ലാം മിക്സ് ചെയ്യാം. മഴക്കാറ് തന്നെയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഉണങ്ങിയത്. ഞാൻ നോക്കുമ്പോഴത്തേക്കും വെയിലാണ്. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നല്ല വെയിലുണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പൊ കുക്കർ ചീറ്റി ഓഫ് ചെയ്യാം. അപ്പൊ വെയിലൊന്നും ഇല്ല, അല്ല മഴയൊന്നും ഇല്ലാട്ടാ. നമുക്ക് നന്നായിട്ട് ചൂടാവട്ടെ. കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ ഉള്ളതല്ലേ. നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കാരണം ആ കുക്കറിന്റെ ചോറ് എടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ കുക്കറിൽ തന്നെ വേണം നമ്മുടെ ബീഫും കൂടി ആക്കാൻ. കുരുമുളക്, ഇപ്പൊ എന്താ ഇടാനുള്ളത് ഇതില്? ഇച്ചിരി ഉപ്പ് മറന്നുപോയി.
കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഞാനേ ലച്ചുവിന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാന് പുട്ടുണ്ടാക്കി വെക്കാം. പുട്ടും ബീഫും നല്ലതായിരിക്കില്ലേ? ഓക്കെ. അതേ നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് കണ്ടോ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുക്കർ ഫ്രീ ആയാലാണ് നമുക്കിത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇതിൽ കുറെ ഉണ്ട്. തക്കാളി, അച്ചിങ്, ബീൻസ് ഒക്കെ ഇരിപ്പുണ്ട്. എനിക്ക് ബീൻസ് വെക്കണില്ല. ഞാൻ കോവയ്ക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കോവയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെജിറ്റബിൾ ആണ് കേട്ടാ. തേങ്ങ ഇട്ടതും തേങ്ങ ഇടാത്തതും എല്ലാ ഐറ്റംസും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ലതാണല്ലോ നമുക്ക്. ഈ തോരനൊക്കെ വെച്ചാൽ ഞാൻ തന്നെ ഒറ്റക്ക് കഴിക്കേണ്ടി വരും കേട്ടോ. ചെയ്തത് ചിലപ്പോ അതായത് നല്ലോണം മൊരീച്ചൊക്കെ ഉണ്ടാക്കിയാൽ എനിക്ക് അങ്ങനെ മൊരീച്ചുണ്ടാക്കാൻ അത്ര ഇഷ്ടമല്ല. ബീട്രൂട്ടൊക്കെ ചെയ്തിട്ട് കഴിച്ചു. ലച്ചുവിനും മടിയാണ് കഴിക്കാൻ. എന്നാലും ഞാൻ കുറച്ച് കഴിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ പിന്നെ ഇത്തിരി ബീട്രൂട്ടൊക്കെ ആണെങ്കിലും ഒരു ബീട്രൂട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ. കാരണം എനിക്ക് ഒറ്റക്ക് ഇതൊക്കെ തിന്ന് തീർക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കഴിക്കുമ്പം അത്ര താല്പര്യം ഇല്ല ഈ തോരനൊക്കെ. പിന്നെ ചിലപ്പോ രാത്രിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. ഇതും കൂടി വേഗം ആക്കി കഴിഞ്ഞാൽ ഒരുവിധം എന്റെ പണികളൊക്കെ തീരും. നമ്മൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഞാനിത് വേഗം ശരിയാക്കട്ടെ കേട്ടാ. അയ്യോ തുമ്മല്, ഭയങ്കര തുമ്മൽ. ചിലപ്പോ ഭയങ്കര ഒരു അലർജിക്ക് ആയി പോണേ. അയ്യോ ഓക്കെ വരുന്നു. അപ്പൊ നമുക്ക് വേഗത അരിഞ്ഞെടുക്കാം. കോവയ്ക്ക പഴുത്തതാണ്. ഓക്കെ, നമുക്കത് വെച്ച് എന്തെങ്കിലും ചെയ്യാം. ഒന്നും ഞാൻ കളഞ്ഞില്ല കേട്ടാ. ഭയങ്കരമായിട്ട് ചൂടെടുക്കണം. സഹിക്കാൻ പറ്റണില്ല ചൂട്. രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവ. എനിക്ക് ഇത്ര അരിഞ്ഞതിൽ ആകപ്പാടെ ഒരു പച്ച കിട്ടി. ഇപ്പൊ രണ്ടാമത്തെ കിട്ടി. അപ്പൊ ഞാൻ വേഗം ഇതെല്ലാം തീർക്കട്ടെ കേട്ടാ. എന്നിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ നിങ്ങക്ക് ബോറടിക്കും. ഇത്തിരി ഉപ്പുമാവും കൂടെ കഴിക്കട്ടെ. എനിക്കിഷ്ടം ഇങ്ങനെ കട്ട പോലത്തെ ഉപ്പുമാവ്. ഇങ്ങനെ ഞങ്ങള് വീട്ടിലുണ്ടാക്കുക. മറ്റേ പൊടി പോലെ ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല. അങ്ങനെ കടല ഉപ്പുമാവ് ആവുമ്പോ കുഴപ്പമില്ല കേട്ടാ. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് വേണ്ടാത്ത സ്റ്റെമ്മുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടാ. ഇത് ഞാന് ഇത് ലീഫൊക്കെ തുടച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ മഴ വരുമ്പോ എടുത്തിട്ട് പുറത്ത് വയ്ക്കും. പിന്നെ നമ്മള് ഇതിൽ NPK ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇത് വേണ്ട. ഇത് എന്നെ കിട്ടും. സെക്കൻഡ് ഇടയ്ക്ക് നോക്കട്ടെ, എന്നെ കിട്ടണുണ്ടോ നോക്കട്ടെ. കിട്ടൂലോ. ഇത് ഈ ചെടി എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒറ്റൊരു സ്റ്റെം ഉണ്ടായി. പിന്നെ എല്ലാം ഇങ്ങനെ വാടി ഇങ്ങനെ മറിഞ്ഞ് ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിൽ ഉണ്ടായി. അമ്മ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി. ഞങ്ങക്ക് എന്റെ വീട്ടില് മുറ്റമൊന്നുമില്ലേ. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം നീ ഇത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ അതിനത് റീപോർട്ട് ചെയ്ത് ഇത് ഇത്രയും വലിയ പ്ലാന്റ് ആക്കി. മച്ചേന്റെ ഫോട്ടോ ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ ഈ വ്ലോഗിൽ അറ്റാച്ച് ചെയ്യാട്ടാ. അത്രയും കണ്ടു കഴിഞ്ഞാൽ മറിഞ്ഞ് ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കും ഒന്നിങ്ങനെ പിടിക്കുമ്പോ തന്നെ വീണു പോകും. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആയിരുന്നു. അതാണ് ഇപ്പൊ ഇത്രയും എത്തിച്ചത് കേട്ടാ. നമുക്ക് നോക്കാം ഇതില്. ഇത് നല്ലതാ ഈ പ്ലാൻ.
ഇത് കുറച്ചൊക്കെ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പൊ അതാണ് അതിന്റെ വിശേഷം പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വെട്ടിക്കൊടുക്കാം. നമ്മൾ ചെടി എത്രത്തോളം വെട്ടിക്കൊടുക്കുന്നോ അത്രത്തോളം ചെടി നല്ല ഭംഗിയായിട്ട് വരും. ചില ആളുകൾക്ക് ചെടി വെട്ടാൻ ഭയങ്കര സങ്കടമാണ്, പക്ഷെ ചെടി വെട്ടിക്കൊടുക്കണോന്നാണ് പറയണത്. ഇതിനെന്തോ ആക്ച്വലി ഒരു പേരുണ്ട്. ഇതിന് അത്ര വെയില് പാടില്ല. വെയില് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഗ്രീനിഷ് കളർ പോയിട്ട് ഭയങ്കര ഡാർക്ക് ഗ്രീൻ ആയിട്ട് പോരും. അപ്പം ഇതെന്റെ ദീപ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഞാനിത്. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞു തൈയായിരുന്നു. പിന്നെ ഞാനത് റീപോർട്ടൊക്കെ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ കുറച്ച് വെട്ടിക്കളഞ്ഞിട്ട് ആക്ച്വലി. ഇപ്പൊ പിന്നെ നമ്മള് ചെടിച്ചട്ടിയൊക്കെ നോക്കുമ്പം നോക്കിയിട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഈ വല്ല പാമ്പൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഇനി ഞാൻ വേറൊരു പ്ലാന്റ് കാണിച്ചു തരാം കേട്ടാ. കണ്ടോ, നമ്മൾ അതിൽ നിന്ന് എടുത്ത് പിന്നെ ചെയ്ത ഒരു മണി പ്ലാന്റ് ആണ് ഇരിക്കണത്. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ വെയിൽ കൊണ്ട ഭയങ്കര ഡാർക്ക് ഗ്രീൻ ആവും. ഇല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റ് പച്ചയിട്ട് നമുക്കിങ്ങനെ നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പ്ലാന്റ്. NPK ഇട്ട് കൊടുക്കുക. നമ്മള് മിക്കവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുകയാണ്, കുറച്ച് ക്വാണ്ടിറ്റിയില് ചെടിയുടെ അകലെ ഇട്ട് കൊടുക്കണം കേട്ടാ. എന്നാലാണ് ഈ ചെടി ഉണങ്ങിപ്പോ. പിന്നെ ഇപ്പോഴും ഇതിന് ഭയങ്കരമായിട്ട് വെള്ളം നമുക്ക് ഈ പ്ലാന്റിന് വേണ്ടല്ലോ. അപ്പൊ ഓവറായിട്ട് വെള്ളം ഒഴിക്കാതിരിക്കുക, ചീഞ്ഞു പോകും. അപ്പൊ നമുക്കിതിവിടെ ക്ലിയർ ചെയ്യാം. കത്തിരിക്ക എന്ത് ചെയ്ത് കളയാം നമുക്ക്. ഇനി ഇപ്പുറത്തുണ്ട് കേട്ടോ കുറച്ച് ചെടികൾ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിനൊക്കെ ലൈറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് നല്ല വെയിലുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞുവാവയുടെ തുണിയാണ്. ഇങ്ങടാ കുഞ്ഞുവാവയുടെ സെയിം വേണം. കുറച്ചും കൂടെ ഉണങ്ങട്ടെ ഇത്. ഓ ഭയങ്കര വെയില്. കണ്ട, അയ്യോ നമ്മളെ കുഞ്ഞുമാവയുടെ തുണിയാണേ. അച്ചടാ സോ ക്യൂട്ട്. ഇത് മിറ്റൻസ് ആണ് അതിന്റെ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടു ഇടട്ടെ. ഓ ഇത്രയും തുണിയുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഞാൻ അപ്പോഴത്തേക്ക് കോവയ്ക്കൊക്കെ ആയോ നോക്കിട്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ബീഫ് ഇപ്പോഴും ഞാനൊന്ന് തുറന്നു. ഇപ്പൊ കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പൊ അതവിടെ ഇരുന്ന് വേവട്ടെ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് വേഗം മടക്കി എടുക്കട്ടെ കേട്ടാ. ബീഫിന്റെ വിസിൽ വരുന്നുണ്ട്. ഞാൻ വേഗം പോയി ഓഫ് ചെയ്തിട്ട് വരട്ടെ. അപ്പൊ വേഗം മടക്കാം നമുക്ക്. എനിക്ക് വേർക്കണ്. ഓക്കെ, ഫസ്റ്റ് കൈ കിട്ടണമൊക്കെ മടക്കാം.
നാളെ പോകുമ്പോ ഇത് കൊണ്ടേ കൊടുക്കണം. അപ്പൊ ദേ സേതുവേട്ടനും വന്നു. ഞാൻ ബീഫ് ഉണ്ടാക്കി, കോവയ്ക്ക ഉണ്ടാക്കി. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ തുണിയെല്ലാം മടക്കി വെച്ച് ഞാൻ കുളിച്ച് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് തല കഴുകാറുള്ളത്. ഇനി ഇത് കഴിയുമ്പോൾ ലച്ചുവിനെ വിളിക്കാൻ വേണ്ടി പോകണം. 3 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ലച്ചുവിന് ഇന്ന് പുട്ടും ബീഫും കൊടുക്കാം. പുട്ട് രാവിലെ ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി എനിക്കധികം പണിയൊന്നുമില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബീഫും കോവയ്ക്കയും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ചോറ് വിളമ്പാ. ഇതാണ് ചെയ്തതിൻ്റെ ചോറ്. പോരല്ലേ ഇതട്ടെ റൈസ്. ഓഫറിന് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് 2 പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോ നല്ലാന്ന് പറയുന്നു. വെച്ചു. ഇനി എനിക്കും വിളമ്പട്ടെ. ഓക്കേ. ഇനി ഇതേ കറി കാണിച്ചു കൊടുത്ത് ചെയ്തേട്ടാ. ഇത് കോവയ്ക്കക്കറി. പിന്നെ ഇതാണ് ബീഫ്. കാണണ്ട ചെയ്തെന്ന് വേണോ? ലേശം ഇടാം. ചിലപ്പോ ഇഷ്ടപ്പെട്ടാലാ, പറയാൻ പറ്റൂലല്ലോ. കോവയ്ക്ക കാണുമ്പോ എനിക്ക് എപ്പോഴും നമ്മുടെ ഒരു വ്ളോഗറിന് ഓർമ്മ വരും, കല്യാണി. അപ്പൊ നമ്മുടെ ബീഫ് ഭയങ്കരമായിട്ട് ഇതാ ഫ്രൈ ആക്കിയില്ല കേട്ടാ. ഇതന്നെ വേണോ? നല്ല ബീഫായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ലച്ചുവിന് എന്താ ഇറച്ചിയൊക്കെ. ഇനി ഞാന് കുറച്ച് തൈര്, സെക്കോർഡ്, ഇനി നമുക്ക് ഒരു കറിയും കൂടെ എടുക്കാം. ഇതൊന്നും വേണ്ടല്ലോ. അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, അച്ചാറ്. നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ടാലാണ് സെറ്റ് മസാല. ഓക്കെ, ഇവിടെ ഒന്ന് കഴിച്ചു നോക്കണോ? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. കോവയ്ക്ക തോരൻ, ബീഫ് റോസ്റ്റ്, നെല്ലിക്കച്ചാറ്, തൈര്. ബീഫ് ഒന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഞാൻ വേവിച്ചെടുത്തേക്കണമെന്ന്. ഇത് ഭയങ്കര ഹാർഡായിരിക്കോ സോഫ്റ്റ് ആയിരിക്കോ? കണ്ട പഞ്ഞി പോലെ ഞാൻ വേവിച്ചെടുക്കൂട്ടാ. പോയി കഴിക്കട്ടെ കേട്ടാ.